സ്പോട്ട് ലൈവ് തുടരുന്നു. നിക്ഷേപം തിരികെ നൽകാത്തതിൽ മനം നൊന്ത് കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ തൂങ്ങി മരിച്ചു. കട്ടപ്പന മുളങ്ങാശ്ശേരി സ്വദേശി സാബുവാണ് ആത്മഹത്യ ചെയ്തത്. നിക്ഷേപ തുക തിരികെ ചോദിക്കാനെത്തിയ തന്നോട് ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന് ആരോപിക്കുന്ന സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. പുള്ളി ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് പൈസ തിരിച്ചവർ കൊടുത്തായിരുന്നു. ബാക്കി 25 ലാഖോളം ഡിപ്പോസിറ്റ് ഉള്ളതായിട്ട് അറിവ്. അത് പലിശ പോലും മാസം തോറും കൊടുക്കുന്നില്ലെന്നുള്ള പെങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈസ പ്രാവശ്യം തിരിച്ച് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും പ്രശ്നങ്ങളിലായിരുന്നു. പൈസ ഡിപ്പോസിറ്റ് പൈസ തിരിച്ച് കൊടുക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പെങ്ങൾ അഡ്മിറ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച അവിടെ തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. യൂട്രസ് റിമൂവലോട്ട് വന്നപ്പോൾ അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ ആവശ്യമായിരുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പുള്ളി ഇന്നലെ ബാങ്കിൽ വന്ന് പൈസ വെച്ചപ്പോൾ ഒരു ബാങ്കിൽ പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാക്കുതർക്കം ഉണ്ടായതായിട്ടാണ് അറിവ്. വാക്കുതർക്കം എന്തെന്നുള്ളത് ഉണ്ടായതായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിരാശനായിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ മകനുമായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചു. +2 പഠിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ പപ്പ ഭയങ്കര വിഷമത്തിലാവുന്നത്. ബാങ്കുകാർ പുള്ളിയെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് മകൻ എന്നോട് പറഞ്ഞ വഴി. രാത്രിയിൽ നീ ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ട്, നിനക്കെതിരെ കേസ് കൊടുക്കും. അങ്ങനെ ഒരു മാനസിക വിഷമത്തിലാണ് പുള്ളി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കട്ടപ്പനയിൽ തന്നെ ചെറുകിട വ്യാപാരം നടത്തുകയായിരുന്നു മരിച്ച സാബു. നിക്ഷേപകന്റെ ആത്മഹത്യയെ തുടർന്ന് ബാങ്കിന് മുന്നിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചു. ഇനി CPM-ന്റെ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഭരണം നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കോടിക്കണക്കിന് രൂപ കട്ടപ്പനയിലെ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും കൊടുക്കാനുണ്ട്. ഓരോ തവണ ചെല്ലുമ്പോൾ അവധി പറയാണ്. ചില ഘട്ടത്തിൽ അവധി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തും. ഈ രൂപത്തിൽ പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി മൂടി വെക്കാനുള്ള ശ്രമിച്ചു. ഈ നാട്ടിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ഈ സാമ്പത്തികം മുഴുവനുമായി തന്നെ CPM നേതാക്കന്മാർ ഇവിടുന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് വഴി അടിച്ചുവിട്ടു പോകുന്ന ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട സാബുചേട്ടൻ പള്ളിക്കവരയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം സാമ്പത്തികം ആവശ്യപ്പെട്ടപ്പോൾ ഈ ഏരിയ കമ്മിറ്റി നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള മാനദണ്ഡ സംവിധാനങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിൽ മറന്നുകൊണ്ടാണ് അവിടെ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് കട്ടപ്പനയിൽ ഉണ്ടായത്. ഒരു നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിൽ മനംനൊന്ത് ഒരു വ്യാപാരി ജീവനൊടുക്കുന്ന അവസ്ഥ. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. ഇപ്പോഴും പ്രതിഷേധമുണ്ടോ? ഇത് മനസ്സിലാക്കുന്നതനുസരിച്ച്, ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് CPM നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. ഈ സാബുവിന് ലഭിക്കാനുണ്ടായിരുന്ന 25 ലക്ഷം 30 ലക്ഷത്തോളം രൂപയായിരുന്നു. ഇത് പലപ്പോഴും ചോദിച്ചിട്ടും ഈ പണം ചോദിച്ചിട്ടും തിരികെ കിട്ടിയില്ല. മറ്റു പോം വഴിയൊന്നും ഇല്ലായിരുന്നോ? അതായത് ഏതവസ്ഥയിലാണ് സാബു ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യക്കുറിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടോ പ്രിൻസ്? ടോം, നിലവിൽ ഇപ്പോഴും കട്ടപ്പനയിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഹർത്താൽ തുടരുന്നു. കോൺഗ്രസും BJP-യും സംയുക്തമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. ഭാഗികമായാണ് ഹർത്താൽ, കാരണം മിന്നൽ ഹർത്താലായതിനാൽ വലിയ തോതിലുള്ള വാഹന തടയങ്ങളോ അങ്ങനെയുള്ള നടപടികളില്ല. എങ്കിൽ പോലും ഈ ബാങ്കിന് മുമ്പിലുള്ള പ്രതിഷേധമൊക്കെ തുടരുകയാണ്. എന്തായാലും നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വിട്ടു നൽകാൻ ഈ സമരക്കാർ തയ്യാറായിട്ടുണ്ട്. സമരക്കാരും പോലീസും ബന്ധുക്കളും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ആണ് ഇത്തരത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ബന്ധുക്കൾ പറയുന്നത് കാര്യം, പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഈ കുറ്റക്കാരായ ബാങ്ക് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കാതെ പ്രതിഷേധം തുടരുമെന്നാണ് ബന്ധുക്കളൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം സമരക്കാരും അറിയിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് കട്ടപ്പന മേഖലയിൽ ഉയരുന്നത്. 25 ലക്ഷത്തോളം രൂപ ഈ വ്യാപാരിയായ ചെറുകിട വ്യാപാരം നടത്തുന്ന കട്ടപ്പന പള്ളിക്കവലയിലാണ് വെറൈറ്റി ലേഡീസ് സെന്റർ എന്ന പേരിൽ ഒരു ചെറുകിട വ്യാപാര സ്ഥാപനം നടത്തുകയായിരുന്നു ഈ സാബു. ഈ ഇവിടെ ബാങ്കിൽ 25 ലക്ഷം രൂപ 30 ലക്ഷത്തിലധികം രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 25 ലക്ഷത്തോളം രൂപ ഇയാൾക്ക് കിട്ടാനുണ്ടെന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പലതവണ ഈ തുക തിരികെ ആവശ്യപ്പെട്ടു, എന്നാൽ അതിനൊരു തീരുമാനമുണ്ടായില്ല. ഗഡുക്കളായി നൽകാം എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ പോലും അത് കൃത്യമായി ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ തുകയുടെ പലിശയും ലഭിക്കുന്നില്ലായിരുന്നു. ഉയർന്ന പലിശയൊക്കെ വാഗ്ദാനം ചെയ്താണ് ഈ സാധാരണക്കാരനായ വ്യാപാരിയുടെ അടക്കമുള്ള ആളുകളിൽ നിന്ന് ഈ സൊസൈറ്റി നിക്ഷേപം സ്വീകരിച്ചത്. എന്തായാലും ഇതിനു ശേഷമാണ് ഇത്തരത്തിൽ നിക്ഷേപ തുക മടക്കി കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും തുകയോ പലിശയോ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കി ഇവരൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. സാബുവിന്റെ
ഭാര്യയുടെ ചികിത്സയും ആവശ്യപ്പെട്ട വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു. നിലവിൽ ഇവർ തൊടുപുഴ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെ ഡിസ്ചാർജ് അടക്കമുള്ള ആവശ്യങ്ങൾക്കായി വലിയ തുക ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ തുക വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാബു കഴിഞ്ഞ ദിവസം അതായത് പ്രിൻസ് ഈ ഭാര്യയുടെ ചികിത്സാർത്ഥം വലിയ രീതിയിലുള്ള സാമ്പത്തിക ചെലവുണ്ടായിരുന്നു, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ഈ പണം ആവശ്യപ്പെട്ടാണോ, അതായത് ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം ആവശ്യപ്പെട്ടാണോ ബാങ്കിനെ സമീപിച്ചത്? എന്തായിരുന്നു ബാങ്ക് അധികൃതർ ഈ മരിച്ച സാബുവിന് നൽകിയ മറുപടി? ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ജീവനക്കാർ മോശമായി പെരുമാറി എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. ടോം, തീർച്ചയായും നിലവിൽ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിനടക്കമുള്ള തുക ഇയാൾക്ക് ആവശ്യമായി വന്നു, വലിയ തുക ആവശ്യമായി വന്നു. ഈ തുക അടക്കം വേണമെന്ന് ആവശ്യപ്പെട്ടാണ്, കൂടുതൽ തുക ആവശ്യപ്പെട്ടാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഈ സൊസൈറ്റിയിലെത്തിയത്. എന്നാൽ ജീവനക്കാർ വളരെ മോശമായി പെരുമാറുകയും ഇയാൾക്കെതിരെ സാബുവിനെതിരെ കേസ് കൊടുക്കുമെന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ബാങ്കിൽ നിന്ന് പ്രതിസന്ധി സൃഷ്ടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് കേസ് നൽകുമെന്നൊക്കെ പറഞ്ഞെന്നും ഒപ്പം ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നുമൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് മകനുമായി സംസാരിച്ചിരുന്നതും വലിയ മാനസിക സംഘർഷത്തിലാണെന്നും ഒക്കെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. അപ്പം ബന്ധുക്കളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ സൊസൈറ്റിയുടെ സമീപത്തെത്തിയ സാബു ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദമായി വിശദീകരിക്കുകയും തനിക്ക് ഉണ്ടായ മാനഹാനിയും ഒക്കെ വിശദീകരിക്കുകയും ശേഷമാണ് ജീവനൊടുക്കിയത്. എന്തായാലും ജീവനക്കാരെയും സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരെ കൃത്യമായി വിമർശിച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. തനിക്ക് പണം നിക്ഷേപിച്ച് തനിക്ക് മാനഹാനി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കയ്യേറ്റം ചെയ്യുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പോലും ഈ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ മാനഹാനി ഏൽക്കേണ്ട ഒരു സാഹചര്യം കൂടി. ഈ ബാങ്കില് CPM നിയന്ത്രിക്കുന്ന ഈ ബാങ്കില് വലിയ രീതിയിലുള്ള നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? സാബുവിന് മാത്രമല്ല, മറ്റേതെങ്കിലും നിക്ഷേപകർക്ക് ഇതേ രീതിയിൽ പണം തിരികെ നൽകാനുണ്ടോ പ്രിൻസ്? ടോം, തീർച്ചയായും വലിയ തോതിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സൊസൈറ്റി മുൻപോട്ട് പോകുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതാനും വർഷങ്ങളായി സൊസൈറ്റി വലിയ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. ആളുകൾക്ക് കൃത്യമായ തുക തിരികെ കൊടുത്തിരുന്നില്ല. എന്നാൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ആളുകളുമായി ചർച്ച ചെയ്യുകയും ഘട്ടം ഘട്ടമായി ഒക്കെ തുക നൽകാമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും ആളുകൾക്ക് ആവശ്യക്കാർക്ക് പണം കൃത്യമായി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സാബുവിനെ പോലുള്ള വലിയ തുക നിക്ഷേപിച്ചവർക്കൊന്നും കൃത്യമായ തുക ഗഡുക്കളായി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതുപോലും കിട്ടാതെ വന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. എന്നാൽ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പണം നൽകാനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. 3-4 വർഷമായി ഇവിടെ പ്രതിസന്ധിയിലാണ്. പക്ഷേ ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടങ്ങളിൽ പോലും അനാവശ്യമായി ജീവനക്കാരെ നിയമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2 CPM അനുഭാവികളായ 2 പേരെ കഴിഞ്ഞിടയ്ക്കൊക്കെ പുതിയതായി നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായെന്ന് പോലും BJP അടക്കം ആരോപിക്കുന്നു. കാരണം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചുകൊണ്ടാണ് പുതിയ നിയമനവും ഒക്കെ ഉണ്ടായത്. ആ ഒരു സാഹചര്യം കൂടി പരിശോധിക്കണം എന്നൊക്കെ BJP പ്രവർത്തകരൊക്കെ ആരോപിക്കുന്നുണ്ട്. എന്തായാലും മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസിന്റെ ഭരണത്തിലായിരുന്ന ബാങ്ക് CPM പിടിച്ചെടുക്കുന്നത്. തുടർന്നാണ് ഇതിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്കാണ് കട്ടപ്പന മേഖലയിൽ ഉയരുന്നത്. കാരണം വ്യാപാരികളടക്കം പ്രതിഷേധ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കട്ടപ്പനയിൽ നിരവധി വ്യാപാരികൾക്കൊക്കെ ചെറുകിട വ്യാപാരികൾക്കൊക്കെ നിക്ഷേപമുള്ള സൊസൈറ്റി കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെല്ലാം വലിയ ആശങ്കയിൽ കൂടിയാണ്. തങ്ങളുടെ എല്ലാം നിക്ഷേപം ഈ സൊസൈറ്റി ഉള്ളതിനാൽ തന്നെ ഈ പണത്തിന്റെയൊക്കെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് അവർക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. പലരുടെയും ജീവിതകാലം മുഴുവൻ കൊണ്ട് സമ്പാദിച്ച തുകയൊക്കെയാണ് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. സാബുവിനെ പോലെ ചെറുകിട കച്ചവടക്കാരുടെ ആണ് കൂടുതലായി. ചെറുകിട കൊച്ചുകിടക്കാരും തൊഴിലാളികളും ഒക്കെയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നതിൽ ഭൂരിഭാഗവും. സാബു വളരെ ചെറിയൊരു സ്ഥാപനം കട്ടപ്പന പള്ളിക്കവറിൽ നടത്തി വന്നിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ വലിയ തോതിലുള്ള വരുമാനമൊന്നും ഇല്ലെങ്കിൽ പോലും കൃത്യമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ചെറുകിട സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. വെറൈറ്റി ലേഡീസ് സെന്ററിന്റെ പേരിലാണ്. വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. നിക്ഷേപ തുക തിരികെ നൽകാത്തതിൻ്റെ മനം നൊന്താണ് നിക്ഷേപകൻ ബാങ്കിന് മുന്നിൽ ജീവനൊടുക്കിയത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് ഒരു മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസാണ്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആന്റണി രാജു ഹാജരായത്. കേസിന്റെ വിചാരണ പുനരാരംഭിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കോടതി കേസ് പരിഗണിച്ചത്. കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി
തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 3 പതിറ്റാണ്ട് മുൻപ് നടന്ന സംഭവം, ഇതിൻ്റെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു. ഒടുവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടപടികൾ ആരംഭിക്കുന്നു. അങ്ങനെ ഈ വിചാരണ ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്ര നാളിനുള്ളിൽ വിചാരണ പൂർത്തീകരിച്ച് വിധി പറയണമെന്ന നിർദ്ദേശം എന്തെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ഇനി കേസ് മാറ്റിയിട്ടുണ്ടല്ലോ, മറ്റ് നടപടിക്രമങ്ങൾ ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ടോം, നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് 1ാം ക്ലാസ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ട് കേസ് ഇന്ന് പരിഗണിച്ചത്. അപ്പോഴാണ് ആന്റണി രാജുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ MLA-മാർക്കും MP-മാർക്കും ഉൾപ്പെട്ട കേസുകളിൽ MLA-മാരും MP-മാരും പ്രതികളായ കേസുകളിൽ പ്രത്യേക വിചാരണ കോടതികളുണ്ട് എന്ന കാര്യം കോടതി അറിയിച്ചത്. അപ്പോഴാണ് കോടതി തന്നെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹർജി ഫയൽ ചെയ്യണമെന്ന്. അങ്ങനെയാണ് വരുന്ന തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് കോടതി പറയുകയും ചെയ്യുന്നത്. എന്തായാലും 1 വർഷത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം, പിന്നെ വിചാരണ പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 34 വർഷം മുമ്പ് നടന്ന ഒരു കേസാണ്. 1990 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഓസ്ട്രേലിയൻ പൗരൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ലഹരിയുമായി പിടിയിലാകുന്നത്. ആ കേസിൽ നിന്ന് ഈ വിദേശ പൗരനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഈ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് കേസിന് അടിസ്ഥാനം. 2 പേരാണ് കേസിൽ പ്രതികൾ. 2ാം പ്രതിയാണ് ആന്റണി രാജു. കുറ്റപത്രത്തിലടക്കം ആന്റണി രാജു MLA-ക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ഫോറൻസിക് പരിശോധനയിലടക്കം തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം ആന്റണി രാജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കുറ്റപത്രത്തിലെ പരാമർശം. അതുകൊണ്ട് വിചാരണ വേളയിൽ കോടതിയുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നത് ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിനുൾപ്പെടെ നിർണായകമായി മാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ, ഈ MP-മാരും MLA-മാരും പ്രതികളായ കേസുകൾ വിചാരണ നടത്താൻ പ്രത്യേക കോടതികളുണ്ടെന്ന കാര്യം ആന്റണി രാജുവിൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചല്ലോ. അത്തരമൊരു സാധ്യത കോടതി പരിഗണിക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള സൂചനകളുണ്ടോ? നമുക്കറിയാം 22 തവണയാണ് ആന്റണി രാജു ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകാതിരുന്നത്. ഇനിയും ഈ കേസ് മാറ്റിവെക്കുന്നതിനുള്ളൊരു പ്രതിഭാഗത്തിൻ്റെ ഒരു തന്ത്രമായി ഇതിനെ കാണണോ ഡാൻ? അതിന് തന്നെയാണ് സാധ്യത. അതായത് MP-മാരും MLA-മാരും ഉൾപ്പെട്ടിട്ടുള്ള അവർ പ്രതികളായിട്ടുള്ള കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക വിചാരണ കോടതികൾ ഉണ്ട് എന്ന കാര്യം ആന്റണി രാജുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനോട് അനുഭാവപൂർണമായ ഒരു സമീപനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി ഫയൽ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയതും. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേസ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് വീണ്ടും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിന് ശേഷം ഉണ്ടാകുന്ന തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് അറിയാനുള്ളത്. വിചാരണ കോടതിയിൽ നിന്ന് നിലവിൽ ഈ കേസ് പരിഗണിച്ച നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ വിചാരണ നടപടികൾ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുമോ, മറ്റേതെങ്കിലും കോടതിയിലേക്ക് മാറ്റുമോ, ഈ പ്രതിഭാഗം അഭിഭാഷകൻ്റെ വാദം കേട്ടുകൊണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച കൃത്യമായൊരു ധാരണയുണ്ടാകും. ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഈ കേസിൻ്റെ വിധി നിർണായകമായി മാറുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. പത്തനംതിട്ടയിൽ മോഷണ കേസിൽ ആളുമാറി ക്ഷേത്രം പൂജാരിയെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികൾ രംഗത്തെത്തി. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെയാണ് കൊല്ലം ഇരുവിപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദിവാരാനിക്ക് ശേഷം ഇവിടുത്തെ കീഴ്ശാന്തി അദ്ദേഹം കഴിഞ്ഞ 2 മാസത്തിൽ കൂടുതലായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഒരു 5:30 തൊട്ട് ഇവിടെ മഫ്തി പോലീസുകാരുണ്ടായിരുന്നത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ദിവാരാനി കഴിഞ്ഞ് അദ്ദേഹത്തെ കോന്നി സിയുടെ നേതൃത്വത്തിൽ വന്നിട്ട് അദ്ദേഹത്തെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇദ്ദേഹം കൊല്ലത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന സമയത്ത് അവിടുന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ്. 2 മാസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ആലപ്പുഴക്കാരനാണ്, പേരൊക്കെ വിഷ്ണുവാണ്. പിന്നെ കുറേ ഫോട്ടോഗ്രാഫ്സും കാണിച്ചു ഇദ്ദേഹത്തിന് തന്നെ. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോഷ്ടാവാണെങ്കിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തെ ഇവിടുന്ന് തന്നെ അമ്പലത്തിനകത്തുനിന്ന് തന്നെ
അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിൽ പോയി. ഉപദേശ സമിതിയുടെ ഞങ്ങൾ അംഗങ്ങളെല്ലാം സ്റ്റേഷനിൽ ചെന്നു. സിഎമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോ കാണിച്ചു. ഇദ്ദേഹത്തിൻ്റെ കേസിൽ പ്രതിയാണ്. അപ്പോൾ കേസിൽ പ്രതിയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതിഷേധമില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഇരുവരും പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ്. അപ്പോൾ അവിടുന്ന് പോലീസുകാർ വന്നിട്ട് ഇദ്ദേഹത്തെ കോന്നി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൈമാറുകയും കൊല്ലത്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പിന്നെ രാത്രിയിൽ വിളിച്ചു, ആ കൊണ്ടുപോയ പോലീസുകാർ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അവിടുത്തെ കമ്മിറ്റിക്കാർ മുന്നിൽ ഇദ്ദേഹത്തെ ഹാജരാക്കിയപ്പം ഇദ്ദേഹം അല്ല പ്രതി എന്ന് അവർ പറയുകയും അതുകൊണ്ട് ഇദ്ദേഹം നിരപരാധിയാണെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ ഇന്ന് രാവിലെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ഉച്ചയ്ക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, അവിടുന്ന് കൊല്ലത്തുനിന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ 7:30 വ്യക്തമാണ്. ശശി നാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഈ കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിലെ വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആള് മാറിയുള്ള കസ്റ്റഡി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അബദ്ധം പറ്റി എന്ന് പോലീസ് വിശദീകരിക്കുന്നു. പക്ഷേ അങ്ങനെ പോലീസിന് ഇതിൽ നിന്നും ഇത്തരമൊരു വിശദീകരണം നൽകി ഈ കേസിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഒരു നിരപരാധിയെ, അതും മോഷ്ടാവെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഒരു പൂജാരിയെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം, പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചത്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? വലിയ പ്രതിഷേധം ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തും നാട്ടുകാരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ടോ? ടോം സൂചിപ്പിച്ച പോലെ വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. കോന്നി മുരിങ്ങമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ വിഷ്ണുവിനെയാണ് കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിലെ വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് ഇരവൂരിൽ നിന്നും വന്ന പോലീസ്, കോന്നി പോലീസുമായി 2 പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അമ്പലത്തിലെത്തി. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇദ്ദേഹത്തെ ഇവിടുന്ന് കസ്റ്റഡി എടുത്ത് ഇരവൂരത്തെ കൊണ്ടുവന്നത്. ആ ക്ഷേത്രത്തിലെ വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള അവിടുത്തെ ഒരു ശാന്തിക്കാരനെ തന്നെയാണ് അവര് ക്ഷേത്രം ഭാരവാഹികൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും ഈ വിളക്ക് മോഷ്ടിച്ചുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വിഷ്ണുവിന്റെ കോന്നി മുരിങ്ങമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയുടെ ഫോട്ടോ ഈ ഇരവൂരത്തെ പൂതക്കാട് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഇരവൂരം പോലീസ് കൈമാറുകയും ചെയ്തു. ആ ഫോട്ടോ വെച്ചാണ് ഈ ഇരവൂരത്ത് നിന്നും പോലീസുകാർ കോന്നിയിലെത്തി. കോന്നി പോലീസുമായി ബന്ധപ്പെട്ട് കോന്നി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഇരവൂരം ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥരും എത്തിയാണ് ഈ മുരിങ്ങമല ക്ഷേത്രത്തിൽ വന്ന് വിഷ്ണുവിനെ, ഇവിടുത്തെ കീഴ്ശാന്തിയായ വിഷ്ണുവിനെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നത്. ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, കാരണം പൂജ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ വിഷ്ണുവിനെ കീഴ്ശാന്തിയായി മുരിങ്ങമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നത്. വളരെ പ്രശസ്തമായ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് കോന്നി മുരിങ്ങമല ക്ഷേത്രം. അവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു മോഷണ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് ഭക്തരെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. കാരണം ഈ ഫോട്ടോ ക്ഷേത്രം ഭാരവാഹികൾ കൈമാറിയപ്പോൾ അത് വിശദമായി പരിശോധിക്കാനോ അത്തരമൊരു അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറാകാതെ കീഴ്ശാന്തിയെ, നിരപരാധിയായ ഒരു കീഴ്ശാന്തിയെ ഇവിടെ വന്ന് ഭക്തരുടെ മുന്നിൽ നിന്ന് തന്നെ കസ്റ്റഡി എടുത്തിട്ട് പോയിട്ട് ചൊവ്വാഴ്ചയാണ് പോകുന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ്. തീർച്ചയായും അത് വലിയ വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. എന്താണ് ഈ ക്ഷേത്രം ഭാരവാഹികളുടെ ആവശ്യം? വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണോ? ടോം, ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഉപദേശക സമിതി ഇപ്പൊ തന്നെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം DGPക്ക് അടക്കം വിഷ്ണുവും പരാതി നൽകിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യം 2 മാസമേ ഉള്ളൂ വിഷ്ണു കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ പൂജാരി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു കുറ്റകൃത്യം ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പരസ്യമായി നാണം കെടുന്ന രീതിയിൽ അദ്ദേഹത്തിന് അഭിമാനക്ഷതം ഉണ്ടാകുന്ന തരത്തിലേക്കും പോലീസ് വരുത്തി തീർത്തായിട്ടാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. അത് ക്ഷേത്രത്തിനും കാര്യമായ രീതിയിൽ ഒരു മാനക്കേട് ഉണ്ടായെന്നാണ് ഭക്തരും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കോടതിക്ക് ഒരു പരാതി കൊടുക്കാൻ വിഷ്ണുവും ഒപ്പം ക്ഷേത്ര ഉപദേശക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്കും ക്ഷേത്ര ഉപദേശക സമിതി പരാതി നൽകിയിട്ടുണ്ട്. വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ ആളുകളുടെ മുന്നിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ തന്നെ വൈകിട്ട് വന്നു 2-3 ദിവസം ഈ പോലീസുകാർ ഇവിടെ കോന്നിയിൽ ക്യാമ്പ് ചെയ്യുകയും ഈ അമ്പലത്തിൽ രാത്രി സമയങ്ങളിലൊക്കെ പൂജ സമയങ്ങളിലൊക്കെ മഫ്തി വേഷത്തിൽ വന്ന് നിരീക്ഷിക്കുകയും ചെയ്തതിനു ശേഷമാണ് വിഷ്ണുവിനെ കസ്റ്റഡി എടുത്തിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഒരു പരിശോധന ഇക്കാര്യത്തിൽ നടത്താതെ ഒരു പരാതി കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോട്ടോ കിട്ടി. ആ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ ഒരു സാധുവായ ഒരു മനുഷ്യനെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭക്തർക്കിടയിൽ കോന്നി മുരിങ്ങമംഗലവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഭക്തർക്കും ക്ഷേത്ര ഉപദേശക സമിതിക്കും ജീവനക്കാർക്കും വിവരങ്ങൾ നൽകിയത്. കള്ളക്കേസിൽ കുടുക്കി പൂജാരിയെ അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസിനെതിരെ പ്രതിഷേധം ഉയരുന്നത്. കൊച്ചി കാക്കനാട് വ്യാജ ബോംബ് കണ്ടെത്തിയൊരു കേസാണ് പോലീസ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കാക്കനാട് കണ്ടെത്തിയ വ്യാജ ബോംബ് ജനങ്ങളെ
പരിഭ്രാന്തരാക്കാനെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവം ഗുരുതര സ്വഭാവമുള്ളതാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, വലിയ രീതിയിൽ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നൊരു കേസായിരുന്നു ഇത്. ആരാണ് ഈ രീതിയിൽ വ്യാജ ബോംബ് അവിടെ വെച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം, വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇൻഫോ പാർക്ക് പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് രാവിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇതൊരു തമാശയായിട്ട് കരുതാനായിട്ട് ആവില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. കാരണം ഇത് ആളുകളെ പരിഭ്രാന്തരാക്കുക, ബോധപൂർവം അതൊരു അങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. കാരണം ഇത് CCTV മുൻവശങ്ങളിൽ ഇല്ലാത്ത ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കൃത്യമായിട്ട് വെച്ചിട്ട് പോകുക, അത്തരം കാര്യങ്ങളെല്ലാം വളരെ ബോധപൂർവം തന്നെയാണ് എന്ന് പോലീസ് നിരീക്ഷിക്കുന്നു. ഇതെന്താണ്, ഇതൊരു ഡമ്മി മോഡലാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സംശയമുണ്ട്. പോലീസ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇന്ന് രാവിലെയും പോലീസ് ഇവിടെ എത്തുകയും പരിശോധനകൾ തുടരുകയും ചെയ്തു. കിട്ടാവുന്ന ഒരു CCTV സാധ്യതകൾ തൊട്ട് സമീപത്തെ എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഒരു 11 മണിക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വസ്തു അവിടെ ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നത്. അത് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവർ അവർ തിരികെ പോകാൻ അവരുടെ ഇരുചക്ര വാഹനത്തിനടുത്തേക്ക് എത്തിയപ്പോൾ അവരുടേതല്ലാതെ ഒരു ഹെൽമറ്റ് അതിനകത്ത് അതിൽ വെച്ചിരിക്കുന്നു. അതിനകത്ത് ഒരു പൊതി ഉണ്ടായിരുന്നു. അവർ ആ ഹെൽമെറ്റ് എടുത്ത് നേരെ അതിൻ്റെ ഹോട്ടലിൻ്റെ ഭാഗത്തുള്ള ജീവനക്കാർക്ക് കൊടുത്തിട്ട് ഇത് തങ്ങളുടേതല്ല, മറ്റാരുടേത് മറന്നു വെച്ചതാണ്, അത് ഇവിടെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് ഒരു പൊതി വളരെ യാദൃശ്ചികമായിട്ട് അവരത് തുറന്നു നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ബീപ്പ് ശബ്ദമുണ്ട്. അതിൽ ബീപ്പ് ശബ്ദം കേട്ടാണ് അത് തുറന്നു നോക്കിയതെന്നാണ് അവരത് പറയുന്നത്. എന്താണെന്ന് അറിയാൻ നോക്കുമ്പോൾ അതിൽ ബീപ്പ് ശബ്ദം ഉണ്ട്, ഒരു ലൈറ്റ് കത്തുന്നതായിട്ട് വരുന്നു. ഇത് കണ്ടപ്പോൾ അവരൊന്ന് പരിഭ്രാന്തരായി. തുടർന്നാണ് ഇൻഫോ പാർക്ക് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ സ്ഥലത്തെത്തി ഇത് പരിശോധിക്കുകയും ചെയ്തു. അത് പരിശോധിച്ചതിനൊപ്പം ഫയർഫോഴ്സ് യൂണിറ്റിനെയും അറിയിച്ചു. അവരും ഇവിടെ എത്തി. അവരുടെ പ്രാഥമികമായ പരിശോധനയിൽ അതിൽ ഭയപ്പെടാനൊന്നുമില്ല. കാരണം അതൊരു അപകടമുണ്ടാക്കുന്നൊരു വസ്തുവല്ല. പക്ഷേ ഇതെന്താണ് എന്ന് നോക്കുമ്പോൾ അത് മറ്റൊന്നിനുമില്ലെങ്കിൽ കൂടി ഇതൊരു ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു സാധനം സെറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. അലാറം അടിക്കുന്ന രീതിയിലേക്ക് ശബ്ദമുണ്ടാക്കുന്ന ലൈറ്റ് കത്തുന്ന ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. അങ്ങനെയാണ് പോലീസ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. കടയുടമകളെയും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ മൊഴിയെല്ലാം തന്നെ ഇന്ന് പോലീസ് എടുത്തിട്ടുണ്ട്. കൂടുതലും ഇത് ഇവിടേക്ക് എത്താനുണ്ടായ ആരാണ് കൊണ്ടുവച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യമാകേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളും മറ്റും കാര്യങ്ങളും ഒന്നും ഇത് സ്ഥാപിച്ചതിനെക്കുറിച്ച് ഇല്ലാത്തതിനാൽ അവിടെ ആ സമയത്ത് വന്നുപോയ കസ്റ്റമേഴ്സിൻ്റെ അടക്കമുള്ള ഒരു വിവരങ്ങൾ, കാരണം അവിടെ ഒരു ഇൻഫോ പാർക്കിന് സമീപം അത് അകത്തേക്ക് കയറുള്ളൊരു ഹോട്ടലാണ്. അവിടെ വന്നു പോകുന്നതിന് പലരെയും തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ സാധ്യതയുള്ള എല്ലാവരെയും തന്നെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. മുഴുവനായുള്ളൊരു അന്വേഷണം അതിൽ നടക്കുന്നുണ്ട്. വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിൽ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കാക്കനാട് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുളവാക്കിയ സംഭവമായിരുന്നു വ്യാജ ബോംബ് കണ്ടെത്തിയ സംഭവം. ജനങ്ങളെ പരിഭ്രാന്തരാക്കാനാണ് ഇത്തരമൊരു വ്യാജ ബോംബ് വെച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. അതീവ ഗൗരവത്തോടെയാണ് പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളം കണ്ട സമാനതകളില്ലാത്ത 2 ക്രൂരതകൾ. 2013 തൊടുപുഴയിൽ ഒരു 5 വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സ്വന്തം അച്ഛനും രണ്ടാനമ്മയും ചേർന്നാണ്. ആ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് വിധിച്ച ദിവസമാണിന്ന്. 11 വർഷങ്ങൾക്ക് ശേഷം കോതമംഗലത്തു നിന്നും സമാനമായ മറ്റൊരു ക്രൂരതയുടെ വാർത്ത. 6 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് രണ്ടാനമ്മയാണ്. ഈ 2 വാർത്തകളുമാണ് സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആദ്യം കുമളി ഷെഫീഖ് വധക്കേസിലേക്കാണ് പോകുന്നത്. കുമളിയിൽ 5 വയസ്സുള്ള ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. രണ്ടാനമ്മയും പിതാവുമാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. ഷെരീഫിൻ്റെ 2ാം ഭാര്യ അനീഷ ഷെഫീഖിനെ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നാണ് കേസ്. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, 2013 ജൂലൈ 15 നടന്ന ആ ക്രൂരമായ സംഭവം ഇന്നും മലയാളികൾ ഓർക്കുന്നുണ്ട്. കാരണം അത്രമേൽ നമ്മുടെയൊക്കെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച സംഭവമാണ്.
ഒരു 5 വയസ്സുകാരനോട് രണ്ടാനമ്മയും അച്ഛനും ചേർന്ന് കാട്ടിയ ക്രൂരത. നമ്മൾ വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് അവരുടെ മനോനിലയെക്കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിനുശേഷവും സമാനമായ വാർത്തകൾ കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നുണ്ടായി. ഏറ്റവും ഒടുവിൽ കോതമംഗലത്ത് രണ്ടാനമ്മ ഒരു 6 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത്. ഈ കുമളി ഷെഫീഖ് വധക്കേസ് പരിശോധിച്ചാൽ ഈ കേസിൽ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവും രണ്ടാനമ്മയും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഏതൊക്കെ കേസുകളാണ്, ഏതൊക്കെ വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്, ഇവരുടെ ശിക്ഷ എന്ന് വിധിക്കും? മനുഷ്യ മനസാക്ഷിയെ ഏറെ ഞെട്ടിപ്പിച്ച, വേദനിപ്പിച്ച ഒരു മർദ്ദനമായിരുന്നു ഷെഫീഖിനേറ്റത്. 2011 ഈ സംഭവം നടക്കുമ്പോൾ ഷെഫീഖിന് 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ശരീരത്തിൽ 150ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു, മാരകമായ മുറിവുകൾ. അതിൽ മസ്തിഷ്കത്തിനേറ്റ ഒരു ഗുരുതരമായിട്ടുള്ള മർദ്ദനം, പരിക്ക്, അത് തന്നെയാണ് ഷെഫീഖിനെ ഇപ്പോഴും ഈ ബുദ്ധിക്ക് ചെറിയ മാന്യമുള്ള ഒരു കുട്ടിയായി ഇപ്പോഴും ഷെഫീഖ് ജീവിച്ചിരിക്കുന്നു. പക്ഷേ ആ ജീവിതം, ഷെഫീഖിന്റെ ആ ഒരു ജീവിതം മനുഷ്യനെ, മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും അത് സഹിക്കാൻ കഴിയില്ല. ഇപ്പോഴും നമ്മൾ ഷെഫീഖിന്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നും മാധ്യമങ്ങളിലൂടെ പുറം ലോകം കണ്ടതാണ്. എന്തായാലും ഷെഫീഖിനെ ഈ ഒരു സ്ഥിതിയിലാക്കിയവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു മലയാളികൾ ഓരോരുത്തരും ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ നടന്നു. എന്തായാലും 2 പേരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കോടതി പറഞ്ഞിരിക്കുകയാണ്, ഉച്ചയ്ക്ക് ശേഷം തന്നെ വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷെഫീഖിന്റെ അച്ഛൻ ഷെരീഫ്, രണ്ടാനമ്മ അനീഷ എന്നിവർ 2 പേരുമാണ് കുറ്റക്കാരാണെന്ന് കോടതി തെളിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോം, ഇതിൽ സാക്ഷിമൊഴികളൊന്നും തന്നെ ഇല്ല, ദൃക്സാക്ഷികളൊന്നും തന്നെ ഇല്ല. പക്ഷേ സാഹചര്യ തെളിവുകളും ഈ ഷെഫീഖിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, ഡോക്ടർമാർ മൊഴിയിൽ ഉറച്ചു നിന്നു. ഇക്കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞതും പ്രോസിക്യൂഷനും അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നാലും ഷെഫീഖിന്റെ പിതാവ് ഷെരീഫിന് IPC 324, 326, 323 മാരകമായ മുറിവേൽപ്പിക്കൽ, പൊള്ളലേൽപ്പിക്കൽ, ജീവന് തന്നെ അപകടം വരുന്ന രീതിയിൽ മർദ്ദിക്കുക എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഷെഫീഖിന്റെ രണ്ടാനമ്മയ്ക്കും നേരെ ഈ വകുപ്പുകൾക്ക് പുറമെ 307, അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം, JJ വകുപ്പ് പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. എന്തായാലും കഠിനമായ ശിക്ഷ തന്നെ ഇരുവർക്കും നൽകട്ടെ എന്ന് തന്നെ നമ്മളും വിശ്വസിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം 11 വർഷമായി ഷെഫീഖ് അനുഭവിക്കുന്ന ദുരിതം, ഷെഫീഖിന്റെ ആയ രാഗിണി ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ പൊട്ടിക്കരയുകയുണ്ടായി. അവർ ഈ 11 വർഷം ഷെഫീഖുമായി കടന്നുപോയ ജീവിതം, ഷെഫീഖ് അനുഭവിച്ച വേദനകൾ, ഷെഫീഖിന്റെ കരച്ചിൽ, ഇതിനെയൊക്കെ വിശദമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയുണ്ടായി. ഇപ്പോൾ ഷെഫീഖ് തൊടുപുഴയിലെ തന്നെ അൽ ഹസർ ഹോസ്പിറ്റലിലെ ഒരു മുറി ഷെഫീഖിനായി തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ ഷെഫീഖും ഒപ്പം ആയയുമുണ്ട്, ആ മുറിയിൽ ആയയുമുണ്ട്. ആ ആയയുടെ പരിചരണത്തിലാണ് ഇപ്പോൾ ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ പിന്തുണയുണ്ട്, ഓരോ ചികിത്സയുടെ ഓരോ ഘട്ടങ്ങളിലും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഒപ്പം തന്നെ ഈ ഷെഫീഖിന്റെ അവസ്ഥ കണ്ട് സുമനസ്സുകളും ഒക്കെ നിരവധി തവണ ഷെഫീഖിനെ സഹായിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. കാരണം അത്രയേറെ ദുരിതമാണ് ഷെഫീഖ് അനുഭവിച്ചത്. ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് 5 വയസ്സുള്ള ആ സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ ശരീരത്തിൽ 150ഓളം മുറിവുകളുണ്ട്. മാരകമായിട്ടുള്ള മുറിവുകൾ, പട്ടിണിക്കിടുക, കൊല്ലുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ രണ്ടാനമ്മയും അച്ഛനും ഷെഫീഖിനെ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ ഇവർ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത്, തൊടുപുഴ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് അപസ്മാരം വന്ന് മകൻ വീണതാണ്, ഈ ശരീരത്തിലേറ്റ മുറിവുകളെല്ലാം മകൻ തന്നെ സ്വയം സൃഷ്ടിച്ചതാണെന്ന്. പക്ഷേ ഡോക്ടർമാർക്ക് ഇതിൽ ചെറിയ സംശയം തോന്നിയിരുന്നു. വിദഗ്ധമായ പരിശോധനയിലാണ് ഒരു 5 വയസ്സുള്ള കുഞ്ഞിന് ശരീരത്തിൽ സ്വയം ഉണ്ടാക്കാൻ കഴിയുന്ന മുറിവുകളല്ല ഷെഫീഖിന്റെ ശരീരത്തിലുണ്ടെന്ന് മനസ്സിലാകുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും വിശദമായ പരിശോധനയിലാണ് ഷെഫീഖിന്റെ മാതാവ്, ഷെഫീഖിനെ രണ്ടാനമ്മ ഷെഫീഖിനെ ക്രൂരമായി മർദ്ദിച്ചതായും പട്ടിണിക്കിട്ടതായും ഒക്കെ കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ആശ്വാസം എന്നോണം ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിധി ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉണ്ടാകും. തീർച്ചയായും നവമി, ഇതുപോലെ കുഞ്ഞുങ്ങളോട് ക്രൂരത കാട്ടുന്നവർക്കുള്ള മുന്നറിയിപ്പാകണം
ശിക്ഷാവിധി എന്നുകൂടി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഷെരീഫിൻ്റെയും, അതായത് ഷെഫീഖിൻ്റെ അച്ഛൻ ഷെരീഫിൻ്റെയും ഭാര്യ അനീഷയ്ക്കും ഇവർക്ക് മറ്റു കുട്ടികളുണ്ടോ? അവരുടെ സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കേണ്ടതാണ്. കാരണം അവരും കുഞ്ഞുങ്ങളാണ്. അവരുടെയൊക്കെ സംരക്ഷണം ആരാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്? ഈ 5 വയസ്സുകാരനായിട്ടുള്ള ഷെരീഫ്, അവനിപ്പോൾ 11 വർഷം കഴിയുമ്പോൾ അവന് 16 വയസ്സായെങ്കിൽ പോലും ആ കാഴ്ചകൾ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവൻ്റെ ശരീരത്തിന് അന്നേറ്റ മുറിവ്, മനസ്സിന് അതിനേക്കാളേറെ മുറിവേൽപ്പിച്ചിരിക്കണം. അതൊക്കെ അവന് ഓർക്കുന്നുണ്ടായിരിക്കുമോ എന്ന് പോലും സംശയമായിരിക്കാം. പക്ഷേ അതോടൊപ്പം അവൻ്റെ സഹോദരങ്ങൾ, ഈ ഷെരീഫിൻ്റെയും അനീഷയുടെയും മറ്റു കുട്ടികളുടെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്? ഇത് ഈ ശിക്ഷ വിധിക്കുമ്പോൾ, പ്രതികൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ അതൊക്കെ കോടതി പരിഗണിക്കുമായിരിക്കുമോ? ടോമി, ഇവർ കുറ്റക്കാരാണെന്ന് അറിഞ്ഞതിന് ശേഷം കോടതി ഇരുവരോടും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് മക്കളുണ്ട്, 5 മക്കളുണ്ട്, അവർ ഞങ്ങളുടെ സംരക്ഷണയിലാണ്, അവരുടെ കാര്യങ്ങൾ കൂടി ഞങ്ങൾക്കിനി നോക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്ന് കൂടി ഇവർ കോടതിക്ക് മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ മക്കൾ ഇപ്പോൾ അനാഥാലയങ്ങളിലാണ്, അവിടെ സുരക്ഷിതമായി തന്നെ ഉണ്ട്, അതുകൊണ്ട് ഈ പറയുന്ന വാദങ്ങൾ അത് അംഗീകരിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്. ഈ 5 കുട്ടികളും അതിൽ ഈ ഷെഫീഖിനെ കൂടി ചേർത്തുകൊണ്ടാണോ 5 കുട്ടികളെന്ന് പറഞ്ഞതിൽ നമുക്ക് അതിലൊരു കൃത്യത വരേണ്ടതുണ്ട്. ഷെഫീഖിന് ഒരു അനിയനുണ്ട്, ബാക്കി 3 കുട്ടികളാണുള്ളത്. ഇവർ 4 പേരും ഇപ്പോൾ ഒരു അനാഥാലയത്തിലെ സംരക്ഷണയിലാണ് ജീവിക്കുന്നത്. ഷെഫീഖിനായിക്കോട്ടെ ഈ ഒരു അൽഹസർ ഹോസ്പിറ്റലിൽ ഒരു മുറിയിൽ ഷെഫീഖിനെ തന്നെ അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ സർക്കാർ നിയോഗിച്ച ഒരു രാഗിണിയുമുണ്ട്. രാഗിണിയുടെ പരിചരണത്തിലാണ് ഇപ്പോൾ ഷെഫീഖ് ജീവിക്കുന്നത്. ഷെഫീഖിന്റെ തലച്ചോറിൽ ഏറ്റ മർദ്ദനം, അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിക്ക് അല്പം കുറവുള്ള ഒരു കുട്ടിയാണ്. അവന് ഈ 16 വയസ്സിന്റെ ഒരു ചിന്താശേഷിയൊന്നും തന്നെ ആ കുട്ടിക്കില്ല. നടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിലാണ്. ഈ രാഗിണി പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. ഇവർ ഇരുവരും കുറ്റക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, എൻ്റെ കുഞ്ഞിന് അവരുടെ മകൻ, സ്വന്തം മകനെ പോലെ തന്നെയാണ് ഷെഫീഖിനെ പരിചരിക്കുന്നത്. ഷെഫീഖ് അവരെ ഒരു ആയയല്ല, അമ്മ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ മകന് നീതി കിട്ടി എന്നാണ് ആ അമ്മ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞത്. അത് കേട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത, കണ്ണ് നിറഞ്ഞു കേൾക്കാൻ കഴിയാത്ത ഒരു പ്രതികരണമായിരുന്നു രാഗിണിയിൽ നിന്നും ഉണ്ടായത്. എന്തായാലും സർക്കാരിന്റെ പരിചരണയിലാണ് ഈ കുട്ടി ഇപ്പോഴും ചികിത്സ തുടരുന്നത്. ഒപ്പം ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഈ രാഗിണി നന്ദി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിധി പറയുന്നത്. വിധി കടുത്ത ശിക്ഷ തന്നെ ഇരുവർക്കും ലഭിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ടോം. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കുമളിയിൽ 5 വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പിതാവും രണ്ടാനമ്മയും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. ഷെഫീഖിൻ്റെ പിതാവ് ഷെരീഫും രണ്ടാനമ്മ അനീഷയും കുറ്റക്കാരെന്ന് വിധിച്ചിരിക്കുന്നു. ഇരുവർക്കുമുള്ള ശിക്ഷ അല്പസമയത്തിനകം കോടതി പ്രഖ്യാപിക്കും. 11 വർഷങ്ങൾക്ക് ശേഷം, അതായത് കുമളിയിൽ 5 വയസ്സുകാരനോട് കാട്ടിയ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വിശദമായി പരിശോധിച്ചു. 11 വർഷങ്ങൾക്ക് ശേഷം കോതമംഗലത്തും സമാനമായ രീതിയിൽ ഒരു 6 വയസ്സുകാരിയോട് രണ്ടാനമ്മ ചെയ്ത ക്രൂരതയെക്കുറിച്ച് ഇന്നലെ നമ്മൾ നടുക്കത്തോടെയാണ് കേട്ടത്. 6 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് രണ്ടാനമ്മയാണെന്ന് തെളിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത രണ്ടാനമ്മ അജീഷയെ തെളിവെടുപ്പിനായി എത്തിച്ചു. കുട്ടിയെ തുടർന്നുള്ള ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്നാണ് അജീഷയുടെ കുറ്റസമ്മതം. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ ഒരു സംഭവം നമ്മൾ ഇന്നലെ ഏറെ നടുക്കമുളവാക്കിയ സംഭവമാണ്. ഒരു 6 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് അച്ഛനും രണ്ടാനമ്മയും നൽകിയ മൊഴിയിൽ തുടക്കത്തിൽ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. അതായത് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു, രാവിലെ എഴുന്നേറ്റപ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല, മറ്റെന്താണ് സംഭവിച്ചെന്ന് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പിതാവും രണ്ടാനമ്മയും പറഞ്ഞത്. ഇവിടെ രണ്ടാനമ്മ ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയുന്നു. പിന്നീട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഈ കേസിൽ ഈ അച്ഛന്, ഈ 6 വയസ്സുകാരിയുടെ അച്ഛന് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ലേ? ഈ കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലേ ഡാനി?
ടോം, ഇതിൽ നിലവിൽ പോലീസ് പറയുന്നത് ഇയാൾക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. കാരണം ഇയാളുടെ രണ്ടാം ഭാര്യ ഈ അനീഷയുടെ മാത്രം ഒരു ചെയ്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇവരിങ്ങനെ ഒരു മാനസിക അസ്വസ്ഥതകളടക്കം പ്രകടിപ്പിക്കുന്ന ഒരാൾ അതേപോലെ പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവരാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് എന്ന് പോലീസ് പറയുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അയാളുടെ രണ്ടാം ഭാര്യയാണ് അനീഷ. അവർ ധരിച്ചിരുന്നത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആദ്യ ഭാര്യയിലുള്ള ആ കുട്ടി അതൊരു തടസ്സമാകുമെന്നാണ് അവർ ധരിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് ആ കുരുന്നിനെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പോലീസിന് ഇവരുടെ ഭർത്താവിനെയും, അതായത് ഈ കുട്ടിയുടെ പിതാവിനെയും പോലീസിന് സംശയമുണ്ടായിരുന്നു. കാരണം അയാൾക്ക് കൂടി ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ കുട്ടി ഇല്ലാതാക്കാൻ ഇവർ തനിച്ച് നടത്തിയ ഒരു നീക്കമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ്. കാരണം ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നത് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ കൃത്യത്തിലേക്ക് നീങ്ങിയത്. ഇവരിപ്പോൾ ഇയാളിൽ നിന്ന് ഗർഭിണിയാണ്. അപ്പോൾ തനിക്കൊരു കുട്ടി കൂടി വരാൻ പോകുന്നു. അപ്പോൾ തങ്ങളുടെ ഒരു ജീവിതത്തിൽ അതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും എന്ന രീതിയിലാണ് അവർ കരുതിയതും. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നതുമെന്നാണ് പോലീസിനോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിലൊന്നും ഇവരെ ഇത് സമ്മതിച്ചിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിരുന്നു കുട്ടി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് വ്യക്തമായിരുന്നു. അതുമാത്രവുമല്ല, ഈ കുട്ടിയുടെ മുഖത്ത് ഈ ക്ഷതങ്ങൾ ഏറ്റ ചെറിയ രീതിയിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. അത് ഈ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാമെന്നതാണ് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ കോതമംഗലത്തെത്തി വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ആ സമയത്ത് ഇവർ ആദ്യഘട്ടത്തിൽ സമ്മതിച്ചില്ല എങ്കിൽ കൂടിയും അതാണ് സംശയം. കാരണം ഈ കുട്ടിയുടെ പിതാവിന് ഇതേക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു വീട്ടിൽ 2 മുറിയിലാണ് ഇവർ കടന്നത്. അവിടെ ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുമ്പോൾ അതിൻ്റെ യാതൊരു ശബ്ദം പോലും പുറത്തു വന്നില്ലേ? അത്രയും ഇയാൾ ഈ കൊലപാതക വിവരം മറച്ചു വെക്കുകയാണ് ഉണ്ടായത്, പ്രത്യേകിച്ചും ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ കൊലപാതക വിവരം മറച്ചു വെച്ചു എന്ന് ഒരു സംശയം പോലീസിനുണ്ടോ? ആ തലത്തിൽ അന്വേഷിക്കുന്നുണ്ടോ ഡാനി? പോലീസിന് തുടക്കം മുതൽ തന്നെ ആ സംശയം ഉണ്ട്. പോലീസിന് അതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി തന്നെയാണ് പോലീസ് ഇയാൾ ഒരു പൂർണ്ണമായ ഒരു വിടുതൽ എന്ന രീതിയിലേക്ക് പോലീസ് ഇതുവരെയും കാര്യങ്ങൾ എത്തിച്ചിട്ടുമില്ല. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഇവർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. ഇയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. നിലവിലെ ഒരു സാഹചര്യം, അതിൻ്റെ ഒരു തെളിവുകളെല്ലാം തന്നെ പിതാവിന് അനുകൂലമാണ്. പിതാവിന് യാതൊരു രീതിയിലുള്ള ഒരു ഇടപെടലും ഇക്കാര്യങ്ങളിൽ ഉണ്ടായില്ല എന്ന് കാര്യങ്ങളടക്കം പറയുന്നുണ്ട്. പിതാവ് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ പലപ്പോഴും പറഞ്ഞിരുന്നത് ഇവർക്ക് ഈ ബാധ കയറുന്ന രീതിയിൽ അവർക്ക് ആ രീതിയിലെല്ലാം പെരുമാറാറുണ്ടായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസ് ഇതിനെന്താണ് നിങ്ങൾ ചെയ്തിരുന്നത് അത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബാധ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പിന്നെ എന്തെന്ന് നടക്കരുത്. വരാമോ? തുടങ്ങിയില്ല. സ്റ്റേഷൻ വണ്ടി താക്കോലില്ല. ഡാനി, ഇതിനകത്ത് ഈ കേസിൽ ഇനി പോലീസിൻ്റെ അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? കാരണം ഈ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ടോ? തെളിവെടുപ്പ് ഇന്ന് അവസാനിക്കുമോ? അതോടൊപ്പം അറിയേണ്ടത്, ഇതിനു മുൻപ് ഈ രണ്ടാനമ്മ
ഈ കുഞ്ഞിനെ ഇപ്പോൾ കൊലപ്പെടുത്തിയതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള സമയങ്ങളിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ? ക്രൂരമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നോ? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഡാനി? ടോം, ഇക്കാര്യത്തിൽ പോലീസിൽ ഇവരിപ്പോൾ ആദ്യഘട്ട ഒരു തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. കോടതിയിൽ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകും. പോലീസ് കസ്റ്റഡിക്കുള്ള അപേക്ഷയും ഇന്ന് തന്നെ സമർപ്പിക്കുന്നുണ്ട്. അത് ഇന്ന് പരിഗണിക്കുമോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത, കാരണം ഇതിനു മുൻപ് ഇവർ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അക്കാര്യത്തിൽ പോലീസിന് സംശയങ്ങളുണ്ട്. കാരണം ഇതൊരു ആദ്യത്തെ ശ്രമമായിരിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇവർക്ക് ഇതിനു മുൻപും ഇത്തരം രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകാമെന്ന് തന്നെ പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വേണം, അതിനൊരു ആധികാരികത വേണം. ഈ കാര്യങ്ങൾ ഭർത്താവിൽ നിന്നടക്കം ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഒരു വ്യക്തതയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അങ്ങനെ നേരത്തെയും ഇതുപോലുള്ള അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകുമ്പോൾ പോലീസ് കസ്റ്റഡിക്ക് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുകയും വരും ദിവസങ്ങളിൽ അവരെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. അത് എങ്കിൽ മാത്രമേ, ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനു മുൻപ് ഇവർ ഇത് സമാനമായ രീതിയിൽ ഏതെങ്കിലും അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയേണ്ടതുണ്ട്. മറ്റാരുടെയെങ്കിലും ഒരു സഹായം കിട്ടാനുള്ള ഒരു സാധ്യത പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു. ഒരാളെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് ആർക്കും തന്നെ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കൃത്യത്തിൽ ആർക്കും തന്നെ ഒരു പങ്കാളിത്തമില്ല എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഒരാൾ മാത്രമാണ് പ്രതി എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ പോലീസ് എത്തി നിൽക്കുന്നത്. വൈകാതെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മൻ കൂടി തത്സമയം സ്പോട്ട് ലൈവിൽ ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, നമ്മൾ 2 കേസുകളെക്കുറിച്ചാണ് പരിശോധിച്ചത്. അതായത് 11 വർഷങ്ങൾക്ക് മുൻപ് 2013 കുമളിയിൽ ഒരു 5 വയസ്സുകാരനെ സ്വന്തം അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ആ കേസിൽ ഇന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് വിധിച്ച ദിവസമാണിത്. അല്പസമയത്തിനകം അവരുടെ ശിക്ഷ പ്രഖ്യാപിക്കും. ഇന്നലെ സമാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നു. അതിലും ക്രൂരമായ ഒരു വാർത്ത. അതായത് കോതമംഗലത്ത് ഒരു ഇതര സംസ്ഥാനക്കാരുടെ മകളെ, 6 വയസ്സുകാരിയെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവം. നമ്മൾ ഈ രണ്ടാനമ്മയുടെ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ്റെ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പതിവായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പലപ്പോഴും താങ്കളടക്കം ഇവരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചും ഇതുപോലുള്ള കുട്ടികൾ, ഈ രണ്ടാനമ്മയുടെ രണ്ടാനച്ഛൻ്റെയൊക്കെ ചൂഷണത്തിന് ഇരകളാകുന്ന കുട്ടികളെയൊക്കെ ഒരുപക്ഷെ കൗൺസിലിംഗ് ചെയ്യുന്നതായിരിക്കാം. എന്തായിരിക്കും ഇവരുടെ ഒരു മാനസികാവസ്ഥ? ഇങ്ങനെ ഈ കുട്ടികളോട് ക്രൂരത കാണിക്കാനുള്ള ഈ ഒരു മാനസികാവസ്ഥ, അവിടെ പലപ്പോഴും ഈ സ്വന്തം പിതാവ്, സ്വന്തം അച്ഛൻ നിസ്സഹായരാകുന്ന കാഴ്ച, അതൊക്കെ ആയിരിക്കുമോ ഇതുപോലുള്ള ക്രൂരതകൾ വർദ്ധിക്കാനുള്ള കാരണം? സ്വന്തം അച്ഛൻ നിസ്സഹായമായി ഇരിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല, ഇപ്പോൾ ഈ രണ്ടാനമ്മ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ 2 കേസുകളിലെയും പ്രത്യേകത എന്ന് പറയുന്നത്, സ്വന്തം അമ്മ അല്ലാത്ത ആളാണ് ആ കുട്ടിയെ കൊന്നുകളഞ്ഞത് അല്ലെങ്കിൽ ജീവൻ ഇല്ലാതാക്കിയത്. ഏത് വശം കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് കാരണം കൊണ്ടാണ് ഒരു രണ്ടാനമ്മ ആയത് എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വ്യക്തമായി തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഓവർ ജനറലൈസ് ചെയ്ത് എല്ലാ രണ്ടാനമ്മമാരും ക്രൂരരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കാണാറില്ല ഇന്നസെന്റ് ഡിവോഴ്സീസ് എന്നൊക്കെ. അപ്പൊ എല്ലാവരും ഇന്നസെന്റ് ഡിവോഴ്സീസ് ആവണമെന്നുമില്ല. ശരിക്കും പറഞ്ഞാല് ഏതെങ്കിലും ഒരു സ്വഭാവ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് യോജിച്ചു പോകാൻ കപ്പാസിറ്റി ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ലഹരി പോലുള്ള ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഈ കാലഘട്ടത്തിൽ സ്ത്രീകളും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ വരുന്നവരൊക്കെയും തന്നെ ഒരു 2ാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു നൈസർഗിക സ്വഭാവം എന്ന് പറയുന്നത് തന്നെ മറ്റൊരാളുടെ കുട്ടിയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ തന്നെ ആയിരിക്കും. അത് തന്നെയല്ല ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളവരോ, പ്രത്യേകിച്ചും വ്യക്തിത്വ വൈകല്യങ്ങൾ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ ട്രേറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് ഒരിക്കലും ഒരു കുട്ടിയോട് ഒരു ബോണ്ടിങ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. അതിപ്പോ സ്വന്തം കുട്ടിയാവണമെന്നുമില്ല, അന്യന്റെ കുട്ടിയാവണമെന്നില്ല, സ്വന്തം കുട്ടിയോട് പോലും അവർക്ക് ശരിയായിട്ടുള്ള തരത്തിലുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം ആ കുട്ടിയോട് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല.
അത് തന്നെയല്ല, അവർക്കൊരു അനുകമ്പാ മനോഭാവം, ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു അനുകമ്പാ മനോഭാവം അല്ലെങ്കിൽ അത്രയും ഒരു നിർമ്മലതയുടെ ഒരു ഭാവം ഇതൊക്കെയും ഉണ്ടാകാൻ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് മാതൃത്വത്തിന്റെ ഭാവം എന്നൊക്കെ, ഇതൊക്കെയും അവരിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും തീരെ കുറവാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അവരുടെ എന്തെങ്കിലും ഒരു സ്ഥാപിത താല്പര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനോ ഒക്കെ ആയിരിക്കാം ഈ മറ്റൊരു ബന്ധത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടി ഒരു തടസ്സമായിട്ട് തീരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം അവരുടെ ഒരു സ്വൈര വിഹാരത്തിനോ അല്ലെങ്കിൽ അവർക്ക് അവരെ ഈ കിട്ടിയ ഭർത്താവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോ ഒക്കെയും ഈ മറ്റൊരാളിന്റെ കുട്ടി അല്ലെങ്കിൽ ആദ്യ ഭാര്യയിലെ കുട്ടി തടസ്സമായിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ഈ അച്ഛന് തീർച്ചയായിട്ടും ഈ കുട്ടിയോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകാമല്ലോ. അപ്പോ അവിടെ ഒരു മത്സര ബുദ്ധിയായി എന്നെക്കാട്ടിലും കൂടുതൽ ആ കുട്ടിക്ക് ഇമ്പോർട്ടൻസ് വരുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയോട് പ്രയോറിറ്റി വരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആ കുട്ടിയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ക്രിമിനൽ ബുദ്ധി ഉള്ളവർക്ക് അല്ലെങ്കിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നവർക്ക്, മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കൊക്കെയും അങ്ങനത്തെ ഒരു ബുദ്ധി വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെ ക്രൂര കൃത്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയല്ല, അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം പിന്നീട് വരാനും സാധ്യതയില്ല. കാരണം ഒരു വ്യക്തിക്ക് നല്ല വികാരങ്ങൾ അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു ബോണ്ടിങ്, ഇങ്ങനെ ഇതിന്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ ഈ പാക്കേജ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ളവരുടെ ഒരു സവിശേഷത തന്നെയാണ് കുറ്റബോധം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഒരു പരിധി വരെയുള്ള കുറ്റബോധം ഉണ്ടാകുക അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുക നല്ലത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും അഥവാ ചിന്തകൾ വന്നാൽ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ധാരണയിൽ സ്വയം തിരുത്താനായിട്ട് തയ്യാറാവും. പക്ഷെ ഈ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവര് അത്തരമൊരു കുറ്റബോധം വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകില്ല. അത് തന്നെയല്ല, ചെയ്ത കാര്യങ്ങൾക്ക് അവർക്കൊരു കുലുക്കമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം നാഡീവ്യൂഹമുണ്ട്. ഈ നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനക്ഷമത കൊണ്ടാണ് ഇത്തരം നല്ല വികാരങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരം നാഡീവ്യൂഹങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ ഉള്ളവർക്കൊക്കെയും അതിന്റെ ക്ഷമത കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളവര് ഈ തരത്തിലുള്ള ക്രൈംസ് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളാണെന്ന് പോലും ആലോചിക്കാതെ ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. ഡോക്ടർ എൽസി ഉമ്മൻ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ രണ്ടാനമ്മയല്ല, സ്വന്തം അമ്മ പോലും ഈ സമീപകാലത്ത് സ്വന്തം മക്കളെ പിറന്നു വീണ ഉടൻ തന്നെ ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ വാർത്തകളൊക്കെ ഈ സമീപകാലത്ത് പുറത്തു വന്നതാണ്. ഇത് മുൻപത്തേക്കാൾ അധികമായി സ്ത്രീകൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവതികൾക്കിടയിൽ ഇത്തരം കുറ്റകൃത്യ വാസന വർദ്ധിക്കുന്നു. അതിൽ താങ്കൾ പറഞ്ഞതുപോലെ ഈ മാനസിക പ്രശ്നം, ലഹരിയുടെ ഉപയോഗം, ഇതൊക്കെ വർദ്ധിക്കുന്നുണ്ടായിരിക്കും, ഒരു കാരണമായിരിക്കും. അതിനപ്പുറം ഒരു സ്വാർത്ഥതാ മനോഭാവം, ഇതൊക്കെ ആയിരിക്കുമോ ഈ സ്ത്രീകളുടെ ഇടയിൽ ഈ കുറ്റകൃത്യ നിരക്കൊക്കെ വർദ്ധിക്കാനുള്ള കാരണം? ഇതൊക്കെയും തന്നെ കാരണങ്ങളാണ്. അതിനോടൊപ്പം തന്നെ പണ്ട് കാലത്തിനെക്കാട്ടിലും സ്ത്രീകൾക്ക് അവസരങ്ങൾ ഇപ്പോൾ ഒരുപാട് ലഭിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇനി മുതലുള്ള കാലത്ത് സ്ത്രീകളെ പഴയ പോലെ കൂട്ടിയിടണമെന്നോ അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നോ എന്നൊന്നും അല്ല. അത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അർഹതയുള്ളത് തന്നെയാണ്, അവർക്കത് ലഭിക്കുകയും വേണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കുറയുന്നതനുസരിച്ച് അഥവാ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ പോലും അതിനുള്ള അവസരങ്ങളില്ലല്ലോ. ഇപ്പൊ അങ്ങനെയല്ല, സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും തുല്യ അവസരങ്ങളുണ്ട്. അപ്പോ അവസരങ്ങൾ ലഭിക്കുന്നത് തന്നെ ഇപ്പൊ നമ്മൾ ഒരു ജെൻഡറിനെ മാത്രം അതിനകത്തിൽ അങ്ങനെ കാണണ്ട, രണ്ടുപേർക്കും അവസരങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും കുറ്റകൃത്യങ്ങളുടെ തോതും കൂടുതൽ തന്നെയാണ് മുൻകാലത്തെ അപേക്ഷിച്ച്. അത് തന്നെയല്ല, ഇപ്പോൾ സ്വന്തം അമ്മ തന്നെ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊരു രീതിയിൽ തന്നെ നമ്മളത് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാം. ഇപ്പൊ പ്രസവാനന്തര വിഷാദം വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് അമ്മയ്ക്ക് സ്വയം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അത് തന്നെയല്ല പ്രസവാനന്തരമുള്ള സൈക്കോസിസ്. അപ്പോൾ അത്തരം സാഹചര്യം അങ്ങനെ കുട്ടിയെ കൊന്നുകളയാം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺമാരിഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അതായിരിക്കാം ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്, അൺമാരിഡ് ആയിട്ടുള്ള സ്ത്രീകൾ കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളയുന്ന അനുഭവങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ കേൾക്കുകയുണ്ടായി. അതിന്റെയൊക്കെയും കാരണം അവർക്കത് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്, അതനുസരിച്ചിട്ട് അവർ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവില്ലായ്മ കുട്ടികൾക്കുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പ്രഗ്നൻസി വരികയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡെലിവറിയിലേക്ക് അത് എത്തപ്പെടുകയോ ചെയ്യുമ്പോൾ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പക്ഷേ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവര് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. കാരണം നാളെ ഒരു ജീവനാണ് പുറത്തോട്ട് വരുന്നത്.
അപ്പോൾ അവർ പലരോടെയും ആൻസറബിൾ ആണ്, നിയമം ഉൾപ്പെടെ പലരോടെയും ആൻസറബിൾ ആണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ ആ സാഹചര്യത്തെ മറികടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സാഹചര്യം ഉണ്ടാകാത്ത രീതിയിൽ തുടക്കത്തിൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള അറിവില്ലായ്മ ഒരു പ്രധാന കാരണം തന്നെയാണ്. തീർച്ചയായും. അതോടൊപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുനർവിവാഹ കേസുകളിലാണ് ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. സ്വന്തം രക്തബന്ധത്തിലല്ലാത്ത കുട്ടികളോട് ഈ രീതിയിൽ ക്രൂരത കാണിക്കുന്ന, അതായത് കുഞ്ഞുങ്ങളെ ലൈംഗികമായി, പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന രണ്ടാനച്ഛന്മാരെ കുറിച്ചുള്ള വാർത്തകൾ, ഇതുപോലെ മക്കളെ പീഡിപ്പിക്കുന്ന, കൊലപ്പെടുത്തുന്ന രണ്ടാനമ്മമാരുടെ വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. ഒരു വിവാഹത്തിന് മുൻപ് ഇതുപോലുള്ള സംഭവങ്ങൾ, ഈ പുനർവിവാഹം ഉണ്ടാകും. പക്ഷേ സ്വന്തം മക്കളെ പോലെ തന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളെ നന്നായിട്ട് നോക്കുന്ന പല ദമ്പതികളുമുണ്ട്, നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്. സ്വന്തം അച്ഛനെയോ അമ്മയെ പോലെ തന്നെ സ്വന്തം മക്കളെ പോലെ കരുതി ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളെ നമ്മുടെ പരിചയത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ക്രൂരതകൾ വർദ്ധിക്കുന്നത്? ഈ പുനർവിവാഹം, ആ വിവാഹബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളൊരു ബാധ്യതയൊക്കെ ആകുന്നതൊക്കെയുമായിരിക്കുമോ ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? പുനർവിവാഹത്തിന്റെ കാരണം എന്തെന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഏറ്റവും അധികമായിട്ടുള്ളത്. ഇപ്പം ഭാര്യ മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിലുള്ള പുനർവിവാഹമാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അവരുടെ കൈ നിൽക്കുന്നതായിരുന്നില്ല, അത് അവരുടെ വിധിയായതുകൊണ്ട് തന്നെ അവര് ആ തരത്തിൽ പാർട്ട്ണറെ നഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർക്ക് കുറെ കൂടെ അഡ്ജസ്റ്റ്മെന്റ് കപ്പാസിറ്റി കൂടുതലാണ്, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇണങ്ങിച്ചേരാനും ദൃഢമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ്. പക്ഷെ സാഹചര്യം കാരണം അവർക്ക് തന്റെ പാർട്ട്ണറെ, പങ്കാളിയെ നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. നേരെ മറിച്ച് ചില സ്വഭാവത്തിൻ്റെതായിട്ടുള്ള തകരാറ് മൂലം, അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ മൂലം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങളും മൂലം, മറ്റ് മാനസിക പ്രശ്നങ്ങളും മൂലം, ലഹരി ഉപയോഗം മൂലം, ഇത്തരം കാരണങ്ങൾ കൊണ്ടുള്ള പുനർവിവാഹമാണെന്നുണ്ടെങ്കിൽ അവര് ആദ്യത്തെ ബന്ധത്തിൽ പോലും അവർക്കൊരു ദൃഢമായ ബന്ധം കൊണ്ടുപോകാൻ കെൽപ്പില്ലാത്തവരാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പം അതേ വ്യക്തികൾ തന്നെ അവരുടെ അത്തരം നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ റെക്ടിഫൈ ചെയ്യാതെ അതിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് അത് കൈകാര്യം ചെയ്ത് പോകാതെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഈ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യത്തെ വിവാഹം വേർപെട്ടത് പോലും വല്ല ഡൊമസ്റ്റിക് വയലൻസോ അല്ലെങ്കിൽ ലഹരി ഉപയോഗമോ ഇതുപോലെ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണമോ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യത്തേത് തന്നെ ഒരു ബ്രോക്കൺ മാരേജിലേക്ക് പോയത്. അപ്പൊ അതേ വ്യക്തികൾ അതിന് പരിഹാരം കാണാതെ രണ്ടാമത്തെ ഒരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ അൺഫിറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മാരേജ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ അൺഫിറ്റ് ആണ്. പക്ഷെ അവർ അൺഫിറ്റ് ആണെന്നുള്ള റിയലൈസേഷൻ ഇല്ലാതെ അവർ വീണ്ടും മറ്റു തരത്തിലുള്ള ഒരു പുനർവിവാഹത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സഫർ ചെയ്യുന്നത് കുട്ടികൾ തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ആദ്യ ബന്ധത്തിലുള്ള കുട്ടികളായിരിക്കും ഏറ്റവും അധികം സഫർ ചെയ്യുന്നത്. അത് തന്നെയല്ല, ഇത്തരം രീതിയിൽ പുനർവിവാഹം കഴിച്ചവരുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർക്ക് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് തീരെ കുറവായിരിക്കും. കാരണം അവർ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം സ്വാർത്ഥതയ്ക്ക് അല്ലെങ്കിൽ വീട്ടുകാരോടൊന്നും ആലോചിക്കാതെ എടുത്ത്, ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം പക്ഷെ നേരെ ചൊവ്വെ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള കുടുംബാംഗങ്ങളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒക്കെ സാധാരണ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നത് പോലെ ഇവരുടെ കുട്ടികൾക്കോ ഇവർക്കോ സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഒരു സേഫ് സോണിലേക്ക് മാറ്റാനോ പോലും സാധാരണഗതിയിൽ ആരും കാണത്തില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരുടെ ഇടയിലേക്ക് ആരും എത്തിപ്പെടാറ് പോലുമില്ല, അവർ തലയിടാറ് പോലുമില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം അനുസരിച്ച്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിരപരാധികളായിട്ടുള്ള കുട്ടികൾ വിക്ടിംസ് ആകാറുണ്ട്. അത് സർവ്വസാധാരണമാണ്. അപ്പോൾ റിസീവിംഗ് എൻഡിൽ എപ്പോഴും ഈ ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടികളാകാനുള്ള സാധ്യത ഏറെയാണ്. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ. മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മനാണ് നിലപാടുകൾ, അഭിപ്രായം രേഖപ്പെടുത്തിയത്. വളരെ വിലപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഇതുപോലുള്ള തകർന്ന കുടുംബങ്ങളിൽ, ദാമ്പത്യ ബന്ധത്തിലൊക്കെ തകർച്ചയുള്ള കുടുംബങ്ങളിലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ പതിവായി ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളുടെ മേൽ പക്ഷേ ഈ രീതിയിൽ ക്രൂരത കാണിക്കുന്നത് ഒരു കാരണവശാലും പൊറുക്കാനാകാത്ത, മാപ്പർഹിക്കാത്ത തെറ്റാണ്. അതിൻ്റെ തെളിവാണ് കുമളിയിലെ ഷെഫീഖ് എന്ന 5 വയസ്സുകാരനോട് കാട്ടിയ ക്രൂരത. ഈ കേസിൽ ഷെഫീഖിൻ്റെ അച്ഛനും രണ്ടാനമ്മയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം വിധി പ്രഖ്യാപിക്കും. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.